സ്നേഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ നാത്തുൻ, ചില ആൾക്കാർ പറയുന്നത് എൻ്റെ അച്ഛ എന്ത് ചെയ്യാനാണ് അച്ഛ, എൻ്റെ മാല അവൾ കൊണ്ടുപോയി, ഇപ്പം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അവളുടെ മാല ചിട്ടിക്ക് എടുത്തപ്പോൾ പണയം വെച്ച് പോയി. അങ്ങനെ ആ മാല, അപ്പോൾ അവൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഇരവ് എന്നോട് ചോദിച്ചതാണ്. പാവപ്പെട്ടവരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. അങ്ങോട്ട് ചോദിക്കൊടുക്കും അവർ. എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, അവർ അപ്പുറത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടി മേടിച്ച മാലയാണ്. പക്ഷേ ആ പന്നി അതിനല്ല ചെയ്തത്, അവർ വിറ്റ് കളഞ്ഞ സാധനം. ഈ മനുഷ്യനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? പിന്നെ എന്നെ പറ്റിപ്പാണ് ആൾ, എൻ്റെ മാല ഊരിക്കൊണ്ടുപോയി എന്നോട് ചോദിക്കാൻ വിറ്റ ആളാണ്, ഇനി എൻ്റെ അടിച്ചതിൻ്റെ അകത്ത് അവളെ കയറ്റത്തില്ലെന്ന് പറയും. പക്ഷേ ഉടമ്പടി എടുത്താൽ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? നമ്മൾ ദൈവത്തെയാണ് സ്നേഹിക്കണത്. പിടിയിടിയാ. അപ്പം നിങ്ങൾക്കിട്ട് പണി തന്ന ആൾക്കാരോടും നിങ്ങൾ ഉടമ്പടിയോട് കൂടി നിരപ്പാകാൻ നോക്കണം. കാര്യം വിശ്വാസമല്ല വലുത്, എന്താണ്? സ്നേഹമാണ്. കാര്യം എന്താണ്? ആ മാലയെക്കാളും നാത്തുവിനോടുള്ള വൈരാഗ്യത്തെക്കാളും എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവൻ എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾ ശത്രുവിനായാലും എന്നെ പ്രതി സ്നേഹിക്കണം. അതാ പ്രശ്നം.